അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കിടുവിനല്ല രാവിലെ എണീറ്റായിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കള നിന്നപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കണം പോകുന്നതിന് വന്നത് ഒരു 10 മണി വരെയുള്ള എൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങൾ 10 മണി വരെയുള്ള എൻ്റെ ഒരു കുറച്ച് സമയമാണ് ഗൈസ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാം കൂടി ഞാനൊരു 8 മിനിറ്റിൽ ഒതുക്കിയേക്കാണ്. ഓക്കെ, അപ്പം രാവിലെ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഒരു പീരിയഡ്സ് ഡേയും കൂടിയാണ്. പീരിയഡ്സ് ഡേ 2 ആണ് ഗൈസ് അന്ന്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ക്ഷീണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒക്കെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 6:45 കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ നേരെ അടുപ്പ് കത്തിക്കുക, അവനെ സ്കൂളിൽ കൊണ്ടുപോകേണ്ടതൊക്കെ എന്താണെന്ന് നോക്കുക, എന്തൊക്കെയുള്ളത് നോക്കുക. ഞാൻ അതൊക്കെ ഉണ്ടാക്കലാണ് പണി. അപ്പോൾ ഇവിടുത്തെ അടുപ്പിൽ ചോറാവാനായിട്ട് കുറച്ച് താമസമുണ്ട്. ലേറ്റായിട്ട് ചോറാവുക. കുറേ വിറക് വെച്ച് വിടണം ചോറാവണമെങ്കിൽ. അപ്പോൾ സാധാരണ കുളിക്കാതെ തന്നെ വന്ന് അടുപ്പ് കത്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്ന് പീരിയഡ്സ് ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കുളിച്ച് വന്നിട്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയത്. അപ്പോൾ ഞാനൊരു 6:30 ആകുമ്പോൾ ഞാൻ എണീക്കും കേട്ടോ. കിട്ടും സ്കൂളിൽ പോകേണ്ട ഡേയ്സിൽ ഞാൻ ഒരു 6:15 to 6:30 ഞാൻ എണീക്കും. കാരണം അത് വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിട്ട് പോവില്ല. കാരണം അത് 6:30 അപ്പുറത്തേക്ക് പിന്നെ കിടന്ന് ഉറങ്ങാൻ തോന്നില്ല. അയ്യോ മോനെ സ്കൂളിൽ പോകണ്ടേന്ന്. അതല്ല അമ്മമാർ അങ്ങനെ ആയിരിക്കില്ല. എനിക്ക് അയ്യോ അവന് സ്കൂളിൽ പോകണ്ടേ, അവനുള്ളതാക്കണ്ടേ, ലഞ്ചാക്കണ്ടേ എന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലിങ്ങനെ അതായിരിക്കും. 6:30 ശേഷം എനിക്ക് പിന്നെ കട്ടിൽ കിടക്കാൻ പറ്റില്ല. അവൻ സ്കൂളിൽ പോകുന്ന ഡേയ്സിൽ കേട്ടോ. അവൻ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയൊക്കെ 7:30 എണീക്കാനായിട്ട്. പിന്നെ അവൻ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞാൻ 6:15 to 6:30 എണീക്കും. അമ്മ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എണീക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കൊടുത്തേക്കുന്നത്. വലിയ എരിവൊന്നും ഇല്ലാട്ടാണ് കൊടുത്തേക്കുന്നത്. നമുക്കത് കാണുമ്പോൾ എരിവായിട്ട് തോന്നും, പക്ഷേ വലിയ എരിവൊന്നും ഇല്ലാതെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അവനും കൂടി കൊണ്ടുപോകേണ്ടത് കാരണം ഇപ്പോൾ ഇവിടെ എരിവ് ഇടൽ വളരെ കുറവാണ്. പിന്നെ അവന് ഒരു മൈൽഡായിട്ടുള്ള എരിവൊക്കെ അവൻ കഴിക്കും കേട്ടോ. ഇവർക്കുണ്ടൊക്കെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മോൾക്കായാലും അവനില്ലല്ലോ. അപ്പോൾ കിടുവിന് സ്കൂളിലേക്ക് കൊണ്ടുകൊണ്ട് ഉപ്പേരിയൊക്കെ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ മുട്ട 2 പുഴുങ്ങാൻ വേണ്ടി വെച്ചു. ആർക്കും വേണമെങ്കിലും കഴിക്കുക ഗൈസ്. ഇന്ന പോലെ ഒന്നുമില്ല, ആർക്കും വേണമെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ കാവത്തുണ്ടായിരുന്നു. വേറെ ഒന്നും കറികൾ വയ്ക്കാനുണ്ടായിരുന്നില്ല. പച്ചക്കറിയുടെ സാധനങ്ങളൊന്നും ഞങ്ങൾ മേടിച്ചിട്ടില്ല ഈ മാസത്തെ. അപ്പോൾ അതൊക്കെ പെൻഡിങ്ങാണ്, മേടിക്കണം. അപ്പം കാവത്തുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കാവത്ത് എങ്ങനെ കൂട്ടാൻ വെക്കണം എന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. ഞാൻ അമ്മയോട് എന്താ കൂട്ടാൻ വെക്കണമെന്ന് വെച്ചാൽ അമ്മ ഒരു കാവത്തിരിക്കേണ്ട കൂട്ടാൻ വെക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് ഞാൻ അമ്മനെ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് ഞാൻ ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ വെക്കുന്നുണ്ട്. തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഉമ്മോൾ ഇപ്പുറത്തിരുന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യുന്നതല്ലേ ഉമ്മോളെ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവളുടെ ശരീരമൊക്കെ കേൾക്കും, നിങ്ങളത് കാര്യമാക്കണ്ട. അപ്പോൾ ഞാനത് കുക്കറിൽ ഇങ്ങനെ 4 വിസിൽ. അപ്പോൾ അമ്മ പറഞ്ഞു 4 വിസിലൊക്കെ അടിച്ചാൽ മതി. പക്ഷേ 4 വിസിലടിച്ചപ്പോൾ പോരാട്ടോ ഗൈസ്. അതിൽ കൂടുതൽ അടിക്കണം, എന്നാലാണ് അത് വേവുള്ളൂ. കാരണം അത് കൂട്ടാനൊക്കെ വെച്ചായിട്ടാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ആ ഉപ്പേരി വയ്ക്കുമ്പോൾ നിങ്ങൾ അപ്പുറത്തിരുന്ന് പുകഞ്ഞിരുന്നത്, അപ്പുറത്ത് ചുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പുകഞ്ഞിരുന്നത്. ഇനി നിങ്ങൾ ഉപ്പേരി കരിഞ്ഞു എന്ന് വിചാരിക്കല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൂട്ടാനിലേക്കുള്ള നാളികേരം ചിരകാനിട്ടു. ഈ ചിരവില്ല, അടിപൊളിയാണ്. നമുക്ക് എവിടെയും ഫിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കിച്ചണിൻ്റെ സ്പേസ് കളയാൻ ഒന്നും വേണ്ട. നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ ഈ ഒരു ചിരവ. ഞാൻ അമ്മയ്ക്ക് അവിടെ വീട്ടിലേക്ക് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ മേടിക്കാത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് സ്റ്റേ ട്യൂൺഡ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഈ വർഷമല്ല, അടുത്ത വർഷമായിരിക്കും. അപ്പോൾ അപ്പോൾ പിന്നെ എന്തായാലും ഞങ്ങൾ കുറേ കാര്യം ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു. ഇവിടെ ഇല്ല കേട്ടോ, ഞാൻ എൻ്റെ വീട്ടിലത്തെ കാര്യമാണ് പറയുന്നത്. അതായത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവിടുത്തെ കാര്യമാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്യാമെന്ന് വെച്ച കാര്യങ്ങളും ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം ഇനിയൊക്കെ ഒരു പുതിയ തുടക്കം പോലെ അതിലേക്ക് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടാൻ വെച്ച് കഴിഞ്ഞു. അത് ഞാൻ അങ്ങനെ മാറ്റി. പിന്നെ അടുത്ത ക്ലീനിങ് പരിപാടിയാണ് കേട്ടോ. ഉപ്പേരിയും കൂട്ടാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിച്ചൺ ക്ലീൻ ചെയ്യലാണ് എൻ്റെ അടുത്ത പരിപാടി. അപ്പോൾ ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഞാൻ അടുത്ത് ചെയ്ത് കിടുവിനുള്ള ലഞ്ചും അതുപോലെ തന്നെ അവനുള്ള സ്നാക്സൊക്കെ ആക്കുകയാണ്. നമ്മൾ അവിടെ സ്കൂളിലേക്ക് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നട്ട്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഞാൻ അവന് ബദാമും പിസ്തയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആക്കി അത് കഴിഞ്ഞ് കിടുവിന് റെഡിയാക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 36 സ്കൂളിൽ പോകാനായിട്ട് കുറച്ച് മടിയുണ്ട്. അവൻ ഇന്നലെ എന്തോ ഫോണിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കൊടുത്താലേ അവൻ സ്കൂളിൽ പോകുള്ളൂ എന്നുള്ള ഇതിലാണ്, ഒരു വാശിയും തീരുമാനത്തിലാണ്. അപ്പോൾ ആ സാധനം എന്താണെന്ന് തപ്പിക്കൊണ്ട് നമ്മൾ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുമല്ലോ. അപ്പോൾ ആ സാധനം റീൽസിൽ തപ്പിക്കൊണ്ടിരിക്കണം. 36 അവനെ പോണ വഴി വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മയാണ് കേട്ടോ കൊണ്ടാക്കാൻ പോയത്.
ചില ദിവസം ഏട്ടൻ പോവും, ചില ദിവസം അമ്മ പോവും. ഏട്ടൻ ഞാനങ്ങനെ റയറായിട്ടാണ്, ഞാനങ്ങനെ ഫീസൊക്കെ അടയ്ക്കേണ്ട ഡേയ്സിലൊക്കെയാണ് ഞാൻ പോവുക. അല്ലെങ്കിൽ പോയി തുടക്കത്തിലൊക്കെ ഞാനിങ്ങനെ ഒരുപാട് പോയായിരുന്നു, കാരണം അവൻ കരയും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ വരണമെന്ന് വാശി പിടിക്കുന്ന ഡേയ്സിലും ഞാൻ പോകാറുണ്ട്. അല്ലെങ്കിൽ നോർമലി അമ്മ അല്ലെങ്കിൽ ഏട്ടനാണ് കൊണ്ടാക്കാറ്. അപ്പം അവൻ ആ റീൽസ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയാണ് ഞാൻ ഇന്നലെ കണ്ട സാധനം കാണുന്നില്ല വെച്ചിട്ട്. അതുണ്ടെങ്കിലേ സ്കൂളിൽ പോകുള്ളൂ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പോണ വഴി അമ്മ അത് വാങ്ങിത്തരാം ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങനെ സോപ്പ് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ട് മുപ്പത്തിയാറത് കണ്ട് പിടിച്ചിട്ടില്ല. ആളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അമ്മാൻ്റെ വീട്ടിലേക്ക് പോവാം, അവിടേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പത്തിരെ കൈ പിടിച്ച് കൊണ്ടുപോകും. അമ്പലത്തേക്ക് പോവാം, ബാഗിൽ നാളികേരമാണ്. അമ്പലത്തേക്കൊക്കെ പോകാമെന്ന് പറയുന്നത് അവൻ വിശ്വസിക്കില്ല കേട്ടോ. ബാഗ് അവിടെ തിരിച്ച് വെക്കാനൊക്കെ പറയും. അപ്പോൾ അമ്മ പറയും ബാഗിൽ നാളികേരമാണെന്നൊക്കെ പറയും. അങ്ങനെ 36 എനിക്ക് ഉമ്മയൊക്കെ തന്ന് അമ്പലത്തിൽ പോകുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി. ഇവിടെ ഒരു 9:30 ആകുമ്പോഴേക്കും പോകും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുക്കളയിൽ കുറച്ചും കൂടി ക്ലീനിങ്ങും പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മോൾ ഏറ്റിട്ടില്ല കേട്ടോ. എൻ്റെ ഉമ്മോൾ എണീക്കണമെങ്കിൽ തികച്ചും 11:30 തികയും അവളെ എണീറ്റ് വരണമെങ്കിൽ. അപ്പോൾ അതിനുള്ളിലെല്ലാം തീർക്കണം. ഇനിയാണ് ഞാൻ എൻ്റെ കലാപരിപാടി തുടങ്ങുന്നത്. ഞാൻ ഈ ഒരു 6 തൊട്ട് ഈ 9 വരെ ഞാനൊരു സകല സാധനം കഴിച്ചിട്ടില്ല കേട്ടോ, വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വെറും വയറ്റിൽ ചൂടുവെള്ളം ചെറുനാരങ്ങ ഇട്ടിട്ടോ അല്ലെങ്കിൽ ചിയാസി എടുക്കിട്ടാണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ അതുപോലെ തന്നെ ചെറുനാരങ്ങ സ്ക്വീസ് ചെയ്ത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുനാരങ്ങ തൊണ്ട് തിളപ്പിച്ചിട്ട് അതാണ് കേട്ടോ ഞാനത് കുടിക്കാറ്. എന്താണ് നിങ്ങൾ ഇവിടെ രാവിലെ തന്നെ ഏട്ടനെ പൊക്കിട്ട് എവിടെ മറ്റേ കയ്യിലിരിക്കുന്ന സാധനം കാണുമ്പോ ഗൈസ് എനിക്കാണ് പേടിയാണ്. ഒരു ആവശ്യമില്ലാണ്ട് ഇതൊക്കെ കാണിക്കണ്ട ഗൈസ്. അവസാനം കൂടെ കൊണ്ടാവുന്നെങ്കിൽ തോന്നണത് എന്താണ് കുണ്ടി ചാടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നൊക്കെ. പ്രത്യേകിച്ച് സുജിന്റെ കൂടെ ആകുമ്പോൾ കൂടുതൽ ഇഷ്ടമായിരുന്നു കുണ്ടി ചാടാൻ. ഇനി ഞങ്ങളെല്ലാരും ഒന്നിച്ചാണ് ഗൈസ്. ഞാനും ഉണ്ട്. ഞാൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ലൈഫിലായിരിക്കും. എന്താ നീ ചായ ഏലക്കായ ഉറുമ്പല്ലേ ഏലക്കായ എന്താ ഗൈസ്. ഏട്ടൻ ഒന്ന് പല്ലേക്കുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എണ്ണ കാണിക്കാൻ പാടില്ലാത്തതാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ മൈൻഡ് ചെയ്യണില്ലാന്ന്. ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ മൈൻഡ് ചെയ്യണില്ല എന്നുള്ള കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് ഗൈസ്. എനിക്ക് നിന്റെ കയ്യിൽ എനിക്ക് ഇവിടേക്ക് മാത്രമേ ചേഞ്ച് കറക്റ്റ് ഫീൽ ചെയ്യണത്. അല്ല അവന്റെ കയ്യും ഈ ചെസ്റ്റ് ഏരിയയാണ് എനിക്ക് കുറച്ച് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യണത്. കയ്യും അതിന് നല്ല മാറ്റമുണ്ട്. ഇതിൽ ഒരാളുടെ കുറവുണ്ട്, ഭാഷയുടെ കുറവുണ്ട്. അത് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതായിരിക്കും. വരൂലേ? അവിടെ പോയി എടുക്കണോ? ഓ അവനൊക്കെ വലിയ പുള്ളിയാണ്. അപ്പൊ എന്തായാലും അവരെവിടേക്ക് പോവാണ്. തൃശ്ശൂർക്ക് മാത്രം പോയിട്ട് വരട്ടെ. നിങ്ങളെന്താ അങ്ങനെ കേട്ട് സ്കൂളിൽ പോയി. അൻഷാദും ഷാക്കിറും ഏട്ടനും പുറത്തേക്കുമ്പോൾ തൃശ്ശൂർ വരെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും ഉമ്മോടും കൂടിയിട്ട് കേടുവിന് സ്കൂളിൽ നിന്ന് പോയി കൊണ്ടുവരാൻ വേണം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.